കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വെച്ചും കല്ലിന്റെ മീത കല്ല് കെട്ടും. അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക്. ഈ ഒരു പ്രസംഗത്തിന് ശേഷമാണ് ടി സിദ്ദിഖ് പ്രസംഗിക്കാൻ കഴിയത്. സത്യം പറയാലോ, സിദ്ദിഖ് എന്ന് പറയുന്ന മനുഷ്യൻ പൂക്കൽ കേൾക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനല്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ പറയട്ടെ, ടി സിദ്ദിഖ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ഒരു കാരണവശാലും ആ വയനാട്ടുകാരുടെ പൂക്ക് കേൾക്കേണ്ട ഒരു വ്യക്തിയല്ല. പക്ഷേ ടി സിദ്ദിഖ് കയറി പ്രസംഗിക്കാൻ പോയ സമയത്ത് ആളുകൾ പൂക്കി, നന്നായി പൂക്കി. പ്രകൃതിയുടെ മഹാകലിതുള്ളിൽ നമ്മ വിട്ടുപോയതായ മുഴുവൻ ആളുകളുടെയും പേരിൽ നോക്കൂ, ടി സിദ്ദിഖ് അസൽ പൂക്കൽ കേൾക്കുന്നുണ്ട്. പറയാലോ, ഈ പൂക്കൽ സിദ്ദിഖിന് കേൾക്കേണ്ട പൂക്കലല്ല. അത് കേരളത്തിലെ ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന, ഒരു പാർട്ടി കേൾക്കേണ്ട പൂക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി, ലീഗ് പോലുമല്ല. ലീഗ് എത്ര മാന്യമായിട്ടാണ് 19 വീടുകൾ വിത്ത് ഫർണിച്ചർ കൊടുത്തെന്ന് ആലോചിക്കുക. എത്ര മാന്യമായിട്ടാണ്. കേരള ഗവൺമെന്റും ഇത് സാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായും സാധിക്കും, ഒരു സംശയമില്ല. കഴിഞ്ഞ എത്രയോ 1.5 വർഷമായിട്ട് മാസം 25,000 രൂപ വെച്ചിട്ട് ഓരോ കുടുംബത്തിനും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഗവൺമെന്റിന് ഇവരെ വീട്ടിലേക്കൊക്കെ ഫർണിച്ചർ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൂടി ഗവൺമെന്റിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണെന്ന് ഇന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഈ ടി സിദ്ദീഖ് ഇങ്ങനെ പൂക്കൽ കേൾക്കുന്ന സമയത്ത് വയനാട്ടിലത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തു കാണണ്ടേ? ടി സിദ്ദീഖ് പ്രസംഗിക്കാൻ കയറിയ സമയത്ത് ടി സിദ്ദീഖിനല്ല പൂക്കൽ കിട്ടിയത്, അത് കോൺഗ്രസ് പാർട്ടിക്കാണെന്ന് ടി സിദ്ദീഖിന്റെ ഒപ്പമുള്ള ആളുകൾ, പാർട്ടിക്കാർ മനസ്സിലാക്കണം. എന്നാൽ ടി സിദ്ദീഖിനെ പൂക്കുന്നത് ശരിയല്ല എന്ന്, അദ്ദേഹം പ്രസംഗം കയറുമ്പോൾ ഇങ്ങനെ പൂക്കി വിളിക്കുന്നത് ശരിയല്ല എന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം. വയനാട്ടിലത്തെ കമ്മ്യൂണിസ്റ്റുകാർ പൂക്കരുതെന്ന് നിരന്തരം ശ്രമിക്കുന്നുണ്ട് പറയാം. അതുകൂടി നിങ്ങൾ കാണണം. ഇതിന്റെ താഴത്ത് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുക. കണ്ടില്ലേ? അന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ഈ വിവരം അറിയുന്നതിന് ശേഷം അർദ്ധരാത്രിയിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെ, മന്ത്രിമാരുൾപ്പെടെ വിവിധ ആളുകളെ മുഴുവൻ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, തൊട്ട് താഴെയുള്ള ഒരു വീഡിയോയിൽ കാണാൻ കഴിയുന്നത്, ഇദ്ദേഹം ഇങ്ങനെ പൂക്കി വിളിക്കുന്ന സമയത്ത്, ഇദ്ദേഹത്തിനെ പൂക്കി വിളിക്കുന്ന സമയത്ത് പൂക്കല്ലേ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ അവിടെ കാണാം. ഇത് വയനാട്ടിലത്തെ സഖാക്കളാണ്. ടി സിദ്ദിഖ് സംസാരിക്കട്ടെ, അദ്ദേഹം സംസാരിക്കുന്നത് കൃത്യമായിട്ട് അദ്ദേഹം സംസാരിക്കാൻ അനുവാദം കൊടുക്കണം എന്ന് ഇവിടെ ആ ഒരു സംസാരത്തിനിടയ്ക്ക് മിണ്ടരുതെന്ന് ആങ്ങി കാണിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ, ഇത്തരം വീഡിയോകൾ കൂടി നിങ്ങൾ കാണണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിവിടെ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം ടി സിദ്ദിഖിനെ പൂക്കുന്ന സമയത്ത് അവിടെയുള്ള ആരും ഒന്നും മിണ്ടിയില്ല, ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു കള്ളപ്രചാരണമുണ്ട്. അല്ലെങ്കിലേ കള്ളപ്രചാരണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? മിണ്ടരുത് എന്ന് അവിടെ ആ ഒരു പറയുന്ന ആളുകളൊക്കെ അവിടുത്തെ സഖാക്കളാണ്, കൃത്യമായിട്ട് അവിടുത്തെ സഖാക്കളാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ടി സിദ്ദിഖ് അവിടെ അങ്ങനത്തെ ഒരു പൂക്കി വിളിക്കൽ കേൾക്കാൻ പാടില്ലായിരുന്നു. ഇനി 2 ആളുകളോട് ഞാൻ കാണിച്ചു തരും. ഒന്ന് അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ജനൻ ടിവിയുടെ ഒരു വലിയ ആളാണ്. ഒന്ന് ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു വലിയ ആളാണ്. കേരളം മുഴുവൻ ഇന്ന് ആ ഒരു വയനാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വീട് കിട്ടിയതിൽ സന്തോഷിക്കുകയാണ്. സന്തോഷിക്കാത്ത ഒരൊറ്റ ടീമേ നമ്മുടെ കേരളത്തിലുള്ളൂ, അത് BJP-കാരാണ്. വയനാട്ടുകാർക്ക് വീട് കിട്ടിയതിൽ സന്തോഷമില്ലാത്ത ഒറ്റ ടീമേ നമ്മുടെ കേരളത്തിലുള്ളൂ, അത് BJP-കാരാണെന്നേ, അത് സംഘികളാണെന്നേ. എന്താ സംശയം? എന്തുകൊണ്ട് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഫോട്ടോയാണ്. നമുക്കറിയാം, ഈ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മഹാനുഭാവൻ കേന്ദ്രത്തിൽ ഇങ്ങോട്ട് വന്നു. നമ്മുടെ നാട്ടിലത്തെ ഒരു കൊച്ചു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചു, ആശ്ലേഷിച്ചു, മിഠായി കൊടുത്തു, ഒറ്റ പോക്ക് പോയതാ. 5 പൈസ നമുക്ക് തന്നിട്ടില്ല. എന്നിട്ടും നമ്മുടെ കേരളം അതിഗംഭീരമായിട്ട് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തു എന്നതാണ്. ഇന്ന് ഞാൻ ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കയറിപ്പോയി. എന്തെങ്കിലുമൊക്കെ
ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇവർ പറയുമോ എന്ന ഒരു സംശയത്തിന്റെ പുറത്താണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. എൻ്റെ സംശയം മാത്രമാണ്, അങ്ങനെ സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ചുമ്മാ ഒന്ന് കയറി നോക്കി. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും, ഇത് ശശി ടീച്ചറുടെ ഫേസ്ബുക്കാണ്. നമ്മുടെ വയനാട് ആ ഒരു പാവങ്ങൾക്ക് വീട് കിട്ടിയതിനെ കുറിച്ചിട്ട് ഒരു വരി പോലും എഴുതിയിട്ടിട്ടില്ല. എന്തെങ്കിലും കൊണാപ്പിച്ച വർത്തമാനമെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, അതും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അനിൽ നമ്പ്യാരുടെ കാര്യത്തിലേക്ക് കടക്കാം. അനിൽ നമ്പ്യാരും ഇത് തന്നെയാണ് അവസ്ഥ. വേറൊരു സംഗതി പോലും അനിൽ നമ്പ്യാരും എഴുതിയിട്ടിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ കൃത്യമായിട്ട് കാണാം. ഏറ്റവും അവസാനം പോലും CPM-നെ അവഹേളിക്കാനുള്ള ഒരു പോസ്റ്റ് മാത്രമാണ് അനിൽ നമ്പ്യാരുടെ വകയുള്ളത്. ഏതോ ഒരു എന്താ പറയുക, നടുവിൽ ഉയർത്തി കാണിച്ച 2 പേരെ പറ്റിയിട്ട് കൂടി എഴുതിയിട്ടുണ്ട് ഈ വലിയ വാർത്താ അവതാരകൻ. ഞാനിവർ പറയുന്നത്, ഇവർ 2 പേരും BJP-യെ പ്രതിദാനം ചെയ്യുന്ന, BJP-ക്ക് വേണ്ടിയിട്ട് IT സെല്ലൊക്കെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഞാൻ ആ 2 പേരെ കൂടി എടുത്തത്. കാരണം ഈ വയനാടുകാർക്ക് ഈ വീട് കിട്ടിയതിൽ സന്തോഷിക്കാത്ത ഈ ഒരൊറ്റ ടീം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. ഇനി ഇതാ ആ പൂക്കുന്ന ആളുകളൊക്കെ എത്രയോ പുറകിൽ നിൽക്കുന്ന ആളുകളാണ്. സിദ്ദീഖിന് മാത്രമാണ് ആ ഒരു പൂക്കൽ കിട്ടിയത്. എന്തായാലും സംഗതി ആ നാട്ടുകാർക്കൊക്കെ വീട് കിട്ടി, സന്തോഷമുള്ള കാര്യമാണ്. എന്തൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. വേറെ കാര്യം, ഈ ഗവൺമെന്റ് എത്ര ഗംഭീരമായിട്ടാണ് അവരെ ചേർത്ത് പിടിച്ചത് എന്നതാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ കാണണം. അത് ഇദ്ദേഹമല്ല, അതവിടെ പ്രധാനമന്ത്രി എടുത്തു കെട്ടിയ കുഞ്ഞാണല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും സന്തോഷവാനായിട്ട്, ഇത്രയും ആഹ്ലാദത്തോടെ പിണറായി വിജയൻ ഈ അടുത്ത കാലത്തൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. അത്രയേറെ ചിരിച്ച്, ഈവൻ മൈക്കിനടക്കം രാജൻ മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ മൈക്കിനടക്കം എന്തോ കേടുവയ്ക്കപ്പോൾ ഇരുന്ന് ചിരിക്കുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടത്. അത്രയധികം ആഹ്ലാദവാനായിരുന്നു തൻ്റെ സ്വന്തം നാട്ടുകാർക്ക്. അദ്ദേഹം എഴുതിയിട്ടത് അങ്ങനെയാണ്, ഇത് നമ്മുടെ വിജയമാണ്, കേരളത്തിന്റെ വിജയമാണ് എന്നാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുക നിറഞ്ഞ കരഘോഷമാണ്. ആളുകൾ മുഴുവൻ നിറഞ്ഞ കരഘോഷമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. നോക്കൂ, ആ കൊച്ചുകുട്ടീനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവണം. പണ്ട് മോദി വന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മക്ക് കൊടുത്ത ആ ഒരു കൊച്ചുകുട്ടിയാണ് കാണുന്നത്. സോ ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും നൽകിയോ BJP-ക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാണയത്തൊട്ട് പോലും അവർക്ക് കൊടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ഇവിടെ വീട് നിർമ്മിച്ച് ആ കുഞ്ഞിനടക്കം ഇവിടെ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നത്. അഭിമാനം എന്നാലും എന്താ പറയേണ്ടത്. എന്തായാലും നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ വർത്തമാനത്തോടുകൂടി നമുക്ക് തന്നെ അവസാനിപ്പിക്കാം. അപ്പോ നല്ല കൈയടി എല്ലാവരും നമ്മുടെ ഗവൺമെന്റിന് കൊടുത്തേ വെക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, സിമ്പിളി നിങ്ങളെ എന്താ പറയാ, പാർട്ടി ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിസ്റ്റ് ചിന്ത കൂടി മാറ്റി വയ്ക്കുന്നു. കോൺഗ്രസ്സുകാരായിരുന്നെങ്കിൽ, VD സതീശൻ ടീം ആയിരുന്നുവെങ്കിൽ ഇത് വല്ലതും നടക്കൂ? ബൈ.